നമസ്കാരം. ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കുളത്തൂപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഈസ്റ്റ് വെസ്റ്റ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് കവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മാർക്കറ്റ് കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന യുവതി ദാരുണമായി മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ ഉത്തരവാദിത്വമുള്ള രണ്ട് മന്ത്രിമാർ, ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള വാസവനും അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, നിസ്സാരമാണ്, നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്, നിസ്സാരമാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ മൃതപ്രായമായി ഒരു യുവതി അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഒരു ജീവൻ പൊലിഞ്ഞതിന് ഉത്തരവാദികളെന്ന് പറയുന്നത് വല്ലവരും പറയുന്നത് കേട്ട് പ്രസ്താവന ഇറക്കിയ ഈ സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാരാണ്. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ നിവർത്തിയില്ല, രോഗികളെ കൊണ്ടു ചെന്നാൽ കട്ടിലില്ല, ഒരു കട്ടിലിൽ രണ്ടുപേരെ തലങ്ങും വിലങ്ങും കിടക്കുകയാണ്. തറയിൽ പാവിരിച്ച് ഒരു പായിൽ 4 രോഗികൾ കിടക്കുന്ന അവസ്ഥയാണ്. നമ്പർ 1 കേരളമെന്നാണ് ആരോഗ്യ വകുപ്പും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പറയുന്നത്. വിമർശനം ഇവർക്ക് അസഹിഷ്ണുതയാണ്. ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ, അടുത്ത മെയിൽ പൂർത്തിയാക്കുമ്പോൾ കേരളത്തെ ഏറ്റവും താഴെ തട്ടിലേക്ക്, കേരളത്തിൻ്റെ സമസ്ത മേഖലകളും തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകണമെന്നാണ് നമ്മൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDFകാർ മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്ന ഭരണപക്ഷത്തുള്ള ആളുകളും ഈ ഗവൺമെൻറ് രാജിവെച്ച് പോകണമെന്നുള്ളതിൻ്റെ തികഞ്ഞ ദൃഷ്ടാന്തമാണ്.